ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്ബൻഡിന് വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അതാണ് സംഭവം. അങ്ങനെയൊക്കെ ഒന്നിലും വിശ്വാസമില്ല. വൈഫിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ്, അവർ നേഴ്സാണ്, പ്രൊഫഷണൽ നേഴ്സാണ്, ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ 84 വയസ്സുള്ള പ്രായമുള്ള ആളാണ്, രോഗിയാണ്, ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക് മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ്. അപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകുമെന്നാണ് പറയണത്. എല്ലാവരും അങ്ങനെയാണ് പറയണത്, അപ്പം പെട്ടെന്ന് പോകും. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും, എടി ഇനി മണിക്കൂറുകളേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറയും. അപ്പം നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടണില്ല, പരമസാണ്. വൈഫ് പെട്ടെന്ന് പറയണത്, നിങ്ങൾ ആ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരട്ടാൻ പറയും. അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോൾ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും, നീ ഒരു നേഴ്സല്ലേ, നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഇത് നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ അപ്പൻ്റെ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല, അതാണ് വിഷയം. നമുക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി, ഒരു ഓപ്ഷനില്ല. നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ, നമ്മുടെ ജീവിതത്തിന് ഒരു പോകും വഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ മുമ്പിലും. നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ്. അത് എപ്പോൾ വരുമോ നമുക്കറിയത്തില്ല. എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവർ നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരവസ്ഥ. അപ്പൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പോൾ ചോദിക്കണില്ല. അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്തി ഉടമ്പടി തൈലം പുരട്ടിക്കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകത്തില്ലാത്ത രീതിയിൽ അപ്പൻ, അമ്മ, പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും. അപ്പോഴേ അദ്ദേഹം അപ്പോൾ വിശ്വാസത്തിൽ വരും. വിഷയം അതല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്. പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ. ആ അപ്പൻ നടന്ന് ആംബുലൻസിൽ കയറി. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷണം. അത് ഉള്ളിലാണ്, അത് ഇത് രോഗമല്ല, മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല, വേറെ രോഗം അപ്പനുണ്ട്. അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മനുഷ്യൻ വിറച്ചുപോയി. ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്നേച്ച്, നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, രാവിലെ ഇങ്ങോട്ട് വരും, മാതാവിനെ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ച് മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് എൻ്റെ പോയിൻ്റ്. മനുഷ്യൻ, അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പന് ഈ രോഗം വന്നത്. അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാവത്തുള്ളെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശ്യം പോലെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ സമയത്ത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി.
എന്താണ് അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്തിലാണ് അപ്പന് ക്യാൻസർ ആണെന്ന് പറയണത്. അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. എന്താണ് പറയണത്? ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വയസ്സ് കണ്ട എന്താണ് പറഞ്ഞത്? അയാൾ എന്താ പറഞ്ഞത്? മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ഇതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഉള്ളവർക്ക്, അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വല്ലതും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയണത്, ഇവൾക്ക് സൗദി നേഴ്സാണ്. സൗദിയിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വിസ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര സ്ലോയാണ്. പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ്. പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും, നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ, എനിക്ക് മനസ്സിലാവണില്ല, ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയലും നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹസ്ബൻഡല്ല, എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട്. പ്രസൻസാണത്. ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം. ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കെയർലെസ് വർത്തമാനങ്ങൾ പറയരുത്. ഞാനിങ്ങനെ കെയർലെസ് വർത്തമാനങ്ങൾ പറയില്ല. ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ. അപ്പം അത് എൻ്റെ മനസ്സ് ഈശോയ്ക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ നാടൻ വർത്തമാനം കയറി പറയരുത്. കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത്. എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത്. ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഈ പ്രസൻസാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ. അത് പ്രോമിസിലുള്ളതല്ലേ. ആ പ്രോമിസ് ദൈവം പാലിക്കും. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ്സായിട്ട് പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതാണ് നിഷ പറയണത്. എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്ക് ആർക്കും വരണില്ല. കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം വേറെ ഒരു സാക്ഷ്യമുണ്ട്. ഒരു 22 വയസ്സുകാരൻ, എന്നാ അയാളുടെ പേര്, 22 വയസ്സേ ആ പയ്യൻസിനുള്ളത്. പക്ഷേ നല്ല ഒരു സാക്ഷ്യമാണ്. അത് 22 വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ്. അതായത് ജർമ്മനി പോകാൻ വേണ്ടി ആദർശിൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. 22 വയസ്സേ പയ്യൻസിനുള്ളൂ. പക്ഷേ സൂപ്പർ സാക്ഷ്യം. അത് അവൻ പറഞ്ഞു, ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ അവസാനമേ കുർബാന എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ. കുർബാന എല്ലാം നേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല. കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും. എന്നിട്ട് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു കെയർലെസ് ലൈഫായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആരും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. അതാണ് ഇത് പ്രസൻസാണ്. ആരോ എൻ്റെ കൂടെ ഉള്ളത്. എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്കാകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് പോകും. എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട്. എക്സാം ചെല്ലുമ്പോൾ ഈ ജർമ്മൻ എക്സാമാണ്. ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വൈവ സ്പീക്കിങ്ങിൻ്റെ പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം, നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അയാൾ നോക്കണമില്ല. അതായത് എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമാണ്. ഓരോ ഇൻഡാസവനതേ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയില്ല, വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പറും നോക്കിയില്ല. അപ്പോൾ ഞാനിവിടുത്തെ എൻ്റെ വയോയും പോയി, എൻ്റെ റൈറ്റിങ്ങും പോയി.
ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്? പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു, നീ പാസ്സായെന്ന്. നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി പോണത്. അപ്പോൾ ഈ 22 വയസ്സുകാരൻ, പള്ളി കയറാത്തവൻ, കുടുംബപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ, എങ്ങനെയാണ് ദൈവം അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത്? എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉടമ്പടിയല്ല എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം, ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നാണ് പറയണം. ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം. കാര്യം ഉടമ്പടിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ മനുഷ്യന് ഉടമ്പടി എടുക്കുമെന്നാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ പിന്നെ എന്തിനാ ഉടമ്പടി എടുക്കണേ എന്ന് ചോദിക്കൂ. പ്രശ്നമുള്ളവരൊക്കെ പോയി എടുക്ക്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത്? അമ്മേ, നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അമ്മേ, എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, ഐ നോ ഇറ്റ്. ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ റിജക്റ്റാകാൻ പോകുന്നു, പണവും എൻ്റെ കയ്യിലില്ല, എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. ഓ, എന്നാ രസമുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ്. ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കേണ്ട ചുമതല നിന്റേതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോട് കൈയടിച്ചുകൊണ്ട്, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഈ പ്രാർത്ഥനയെല്ലാം വരുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത്. ഇൻറ്റിമസി എന്ന് വെച്ചാൽ ആത്മബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും, അതല്ല പ്രശ്നം. മുഖ്യ ലക്ഷ്യം, ഉടമ്പടിയുടെ ലക്ഷ്യം, ഇറ്റ് ഈസ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. നീയും നിൻ്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷ്വൽ റിലേഷനല്ല, വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത്. ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷനാണ് ഉടമ്പടിയിൽ. ഒരു വിശിഷ്യ പെർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോംവഴിയാണ് ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, മരിയൻ ഉടമ്പടി എന്നുള്ള മഹാദൈവാനുഭവത്തിന്റെ പുതിയ വാതിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ തുറന്നു വെച്ച പരിശുദ്ധാത്മാവേ, ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. അപ്പാ, സ്വർഗീയ പിതാവേ, പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മഹത്വം, ഇത്ര നല്ല ദൈവത്തോട്, ഇത്ര നല്ല
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇൻറ്റിമേറ്റ് ആൻഡ് അമീക്കബിൾ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മബന്ധവും സ്നേഹോജ്വലവുമായ ഒരു ബന്ധം ആണ് ഉടമ്പടിയുടെ ഒരു ടാഞ്ചിബിൾ റിസൾട്ട്, സ്പർശ്യമായ ഒരു ഫലമെന്ന് പറയുന്നത്. അപ്പം എന്താ നിങ്ങൾക്ക് ചെറുക്ക് പറ്റണത്? നിങ്ങൾ ഉടമ്പടിയുടെ ഫലം നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമ്മളെല്ലാവർക്കും നിങ്ങളെ ഉടമ്പടിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം. എങ്ങനെ അറിയാമോ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിന് നിവർത്തി കിട്ടുകയാണ്. ഇറ്റ് ഈസ് വെരി ഈസി. അതല്ല പ്രശ്നം. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട്, ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ, ബന്ധം. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാരോ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ? ഇല്ലേ? എനിക്കറിയാം കഥ. അപ്പോഴ് വലിയ കാറ്റുണ്ടായിരുന്നു. കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നിനക്കൊരു ഗൗനമില്ലേ എന്നാണ്. കർത്താവേ എന്ന് പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗനമില്ലേ? നീ ഗൗനിക്കുന്നില്ലേ? ഇപ്പം കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കണത്. പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക. ഇത് പത്രോസിൻ്റെ വായിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത്? കർത്താവെ, ഞങ്ങൾ നശിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? ബന്ധമില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്നോട് പറയും അച്ഛാ, എന്നോട് ഇപ്പോൾ ഞാൻ പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ചിലത് എൻ്റെ കയ്യെ കയറി പിടിക്കും. എന്താണ്? അച്ഛൻ പിടിച്ചില്ലെങ്കിൽ അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ല. അത് കാരണം വിഷയം സീരിയസ് ആയതുകൊണ്ട് കയ്യെ പിടിക്കും. ഞാൻ പറഞ്ഞു, എന്തടി? അതേ, ഞാനിപ്പോൾ 10ാമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത്, ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല. എന്താണ്? IELTS ആണേ. ഞാനീ 10ാം പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത്, ഇനി കാശില്ല എഴുതാൻ. ഞാൻ പറഞ്ഞു, നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൻ പറഞ്ഞു. എന്താ കാര്യം? അവൾ പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ്. ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ്. ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ്? എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ്, നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത്. അതൊരു കമാൻഡാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ സ്റ്റഫ് എന്താ? ഒരു ഇൻറ്റിമസിയാണ്. നമുക്കതുപോലെ പറയാൻ പറ്റണില്ല. എന്താ കാര്യം? നമുക്ക് ആ ഇൻറ്റിമസി ഇല്ല. പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ബേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്താണ്? ആന്തരിക ആത്മബന്ധം. ആന്തരിക ആത്മബന്ധമാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു, അല്ലേ? രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത്? 25:35 അനുസരിച്ചാണ് മത്തായി സിയുടെ സുവിശേഷം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 25:35. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പം ഞാനെന്നാ പറയണത്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽവാസിയായ ജോണമ്മ ചേച്ചിയാണെന്ന് പറയരുത്. അതാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാൾ അറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ, ഇന്ന ആളാണെന്ന് പറയും. അങ്ങനെയല്ല, അയാളല്ലത്. ആരാണത്? ഞാൻ രോഗിയായിരുന്നു. മനസ്സിലായില്ലേ? ആ ഇല്ലാത്തവനുമായിട്ട്, വേദനയുള്ളവനുമായിട്ട്, കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. ഈ താതാത്മ്യീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനിലും അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും അവിടെ യേശുക്രിസ്തുവാണെന്ന്
നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ആണ്. ഇപ്പോൾ സഭയ്ക്ക് വന്നിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയാവോ? കുറേ അണ്ണന്മാർ പോയി MSW എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ സർവീസിൽ ഇരിപ്പുണ്ട്. എന്താ പ്രശ്നം വരാണത്? സഭയുടെ സോഷ്യൽ പ്രവർത്തനമല്ല നടക്കുന്നത്. ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സാങ്കേതികമായി കിട്ടിയിരിക്കുന്ന കുറച്ച് ജ്ഞാനം കൊണ്ടുണ്ടാക്കി വെക്കുന്ന കുറച്ച് വർക്ക്സാണത്. അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം, ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല. ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരന്, വല്ലായ്മക്കാരന്, രോഗികളിൽ, തകർച്ചയുള്ളവന്, ഇപ്പം ഇന്ന് തന്നെ ഈ ആനന്ദം, അവൻ്റെ പേരെന്നെ ആദ്യത്തെ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു മനസ്സെൻ്റെ കയ്യിലില്ല. അതിനുള്ള കാര്യം തുറന്നു പറയുകയും, എനിക്കിങ്ങനൊരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നണത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കാത്തത്. എല്ലാവരും നട തുറന്ന രസമുള്ള സാക്ഷ്യമാണ്. അവരെല്ലാം പറ്റിപ്പുകാരാണെന്ന് തോന്നണം. അപ്പം ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്നറിയണം, എന്നാൽ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ. അപ്പം അങ്ങനൊരു മനസ്സാണ് എൻ്റേത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാന്നറിയാമോ? എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? എന്നെക്കാൾ ഇളയ പിള്ളേർ വന്നിട്ട് എന്നോട് ചോദിച്ചേ, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? അപ്പോൾ ഞാൻ 5 പേർക്ക് ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് എൻ്റെ ഉടമ്പടിയിലെ പരസ്നേഹ പ്രവൃത്തികൾ. ദാറ്റ് മീൻസ് എന്താണ്? ഈശോ അവിടെയും താതാമ്യപ്പെടുകയാണ്. എന്താ പ്രശ്നം? ഈശോയ്ക്ക് ജർമ്മൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ, അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഈ ഇൻറ്റിമസി ഉണ്ടാകും. അല്ല ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. ദൈവം ആത്മാർത്ഥ ദൈവമാണ്. അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുന്ന ഇപ്പോൾ അദൃശ്യം പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ ജർമ്മൻ പഠിപ്പിച്ച് മഴ കൊടുക്കുക മാത്രമല്ല, രോഗികളെ കാണാൻ പോകും. ഞാൻ പിന്നെ ഭക്ഷണമില്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ച് കൊടുക്കും. ടോട്ടൽ 22 വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചിലായി. 22 വയസ്സുകാരനെ ഒരൊറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. കൈയിടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യുക. ഉടമ്പടി എന്ന വലിയ പദ്ധതിക്ക് നന്ദി പറയുന്നു. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 4:38 പോകാം. മർക്കോസ് 4:38. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഏറ്റു പറഞ്ഞേ, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗൗനിക്കുന്നില്ലേ? എന്താ പ്രശ്നം? നീ അത് ഗൗനിക്കുന്നില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇത് ഒരു ആധികാരികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതായത് അവർക്ക് വേറൊരു ഓപ്ഷനില്ല. കർത്താവാണെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുകയും പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുകയും ചെയ്യുന്ന സമയത്ത് ഇൻറ്റിമസിയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ സാധാരണ ഫങ്ഷണൽ പ്രയറിന് വർക്കൗട്ട് ചെയ്യത്തില്ല. സാധാരണ ഫങ്ഷൻ പ്രെയർ കൊണ്ട് ഈ സമയത്ത് സ്വർഗസ്ഥനായ പിതാവാണല്ല പ്രാർത്ഥന അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയുണ്ട്. അത് നീ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നീ രചിച്ച പ്രാർത്ഥനയാണ്. ഇപ്പം നിഷ രചിച്ച പ്രാർത്ഥനയില്ലേ? നിഷയുടെ ഹസ്ബൻഡ് രചിച്ച പ്രാർത്ഥനയില്ലേ? എന്താണ്? മാതാവേ, ഈ സമയത്ത് പ്രലോഭനം കൊണ്ട് വന്നാൽ ഞങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് അമ്മ ഈ വിഷയത്തിൽ ഇടപെടണം. ദാറ്റ് മീൻസ് അതാണ് അത് സാങ്കേതിക പ്രാർത്ഥനയെക്കാളും
വലിയ പ്രാർത്ഥനയാണ് പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഈ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? അതിന് ഇൻറ്റിമസി വേണം. ഈ അപ്പോസ്തലന്മാർ ഈശോയെ കുറ്റപ്പെടുത്തുന്നത് എന്താണ്? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അപ്പം എന്താ, നീ അത് ഗൗനിക്കുന്നില്ലേ? അതൊരു കുറ്റപ്പെടുത്തലാണ്. പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം അവർ ദൈവവുമായിട്ട് ഇൻറ്റിമസിയായി. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തെ പ്രാർത്ഥനയിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ഒരാവശ്യം വരുമ്പോൾ ആ ഓഫീസിനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉള്ളതുപോലും കിട്ടത്തില്ല, ഇല്ലേ? നെഗറ്റീവാണത്. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്ക് ഇത്രയും ആത്യന്തികമായൊരു വിഷയം വരുമ്പോൾ മുത്തടം ബൈബിൾ ഉൾഗാത്ത ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവേ നിനക്കൊരു ചിന്തയുമില്ലേ എന്നാണ് ചെയ്തിരിക്കുന്നത്. നിനക്കൊരു ചിന്തയുമില്ലേ എന്നുവെച്ചാൽ നീ ഞങ്ങളെക്കുറിച്ച് ഒരു ഗൗരവമില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമില്ലെന്നാണ് ചോദിക്കണത്. ദൈവത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിലേ അത് വേറൊരു ബന്ധമാണ്, അത് സാധാരണ ബന്ധമല്ല. ദൈവത്തെ ഇപ്പം ചോദിക്കാൻ നീ ഗൗനിക്കണില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പ്രാർത്ഥനയുടെ ഇമോഷണൽ സെറ്റപ്പ് എന്താണ്? ഇപ്പം നിൻ്റെ വീട് ഇപ്പം വീട് വെച്ചിട്ടില്ല, പഴയ വീട്ടിൽ താമസിക്കുക, ഭാഗോടമ്പടി പ്രകാരം കിട്ടിയ കുടുംബ വീട്ടിൽ നീ താമസിക്കുകയാണ്. അത് 10-35 കൊല്ലം പഴക്കമുള്ള സംഭവമാണ്. ഈ വീട് കാണിച്ചാൽ നിൻ്റെ മകൾക്ക് ഭർത്താവിനെ കിട്ടത്തില്ല. അതാണ് നിൻ്റെ ദുഃഖമെന്ന് വിചാരിച്ചോ? അപ്പം നീ ഭർത്താവിനോട് എന്താ പറയണത്? ഇവിടെ മനുഷ്യ കൊച്ചു വളർന്നു തന്നെ കണ്ടില്ലേ, ഇപ്പോഴും താൻ കറങ്ങി നടക്കണമെന്ന് ചോദിക്കും. അതാ സംഭവം, അതല്ലേ ചോദിക്കത്തുള്ളൂ. ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് ചോദിക്കാനുള്ള ആധികാരികമായ ഒരു ബന്ധമുണ്ട്. അതാണ് സംഭവം. ആ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലെയിംസ് ഉണ്ടാകണം. ഉടമ്പടിയെപ്പോലെ ക്ലെയിംസ് ഉണ്ടാക്കുന്നൊരു സംവിധാനം വേറെയില്ല. എന്താണ്? നീ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടേ, കർത്താവിനെ അറിയാത്തവർ നീ അറിയിക്കുന്നുണ്ട്, ഇല്ലേ? രോഗികളെ നീ കാണുന്നുണ്ട്, എവിടെയെല്ലാം സഹായിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം സഹായിക്കുന്നുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ക്ഷമിക്കേണ്ടി വന്ന് ക്ഷമിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിതം 1 by 1 ആയിട്ട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ നിനക്ക് ക്ലെയിം ഉണ്ടാവും. എന്താണ്? അവകാശവാദമുണ്ടാവും. എന്താണ്? നീ ജീവിച്ചതാണ്. ഞാൻ എപ്പോഴും കർത്താവിനോട് പണ്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇപ്പോൾ പറയാറില്ല. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വരുന്ന ആൾ എൻ്റെ കൈപ്പിടി കൊതുകുകളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനുണ്ടെ കർത്താവിനോട് പറയുന്ന ഒരു വാക്കാണ്, കർത്താവ് 4 വയസ്സ് മുതൽ എൻ്റെ അപ്പൻ നീയാണ് ദൈവമെന്ന് എന്നെ കാണിച്ച കാലം മുതൽ ഇന്ന് വരെ 60 കൊല്ലത്തോളം ജീവിക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ നീയല്ലാതെ വേറെ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുനിച്ചിട്ടില്ല. ഇറ്റ്സ് ഓവർ, ക്ലിയർ. അത് നീ ഓർക്കണമെന്ന് പറയും. അത് ക്രെഡിബിലിറ്റിയാണ്. ക്ലെയിം ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ ജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ക്ലെയിമുണ്ട്, അവകാശവാദമുണ്ട്. ഇൻറ്റിമസി വരണത് ഈ അവകാശവാദത്തിൽ നിന്നാണ് വരണത്. അതിൽ നിനക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകണം ദൈവതിരുസന്നിധിയിൽ. ഉടമ്പടി നിന്നെ നല്ല നിക്ഷേപമുള്ള നല്ല ആധ്യാത്മിക ആസ്തി ഭദ്രതയുള്ള വ്യക്തിയായി ഉയർത്തും. കൈയിടിച്ച് കർത്താവ് പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ആധ്യാത്മിക ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ